നമ്മളെല്ലാം ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭാരതം പറയും ഭൂമി നമുക്ക് അമ്മയാണ്, ഭൂമി നമ്മുടെ കുടുംബമാണ്. ലളിതമാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇന്ത്യയില്ല, പാകിസ്ഥാനില്ല. ഒരു വരയും ഒരു കുറിയും ദൈവം ഇട്ടിട്ടില്ല, പ്രകൃതി ഇട്ടിട്ടില്ല, ഉറക്കത്തിലുമില്ല. കിടന്നുറങ്ങുന്ന സമയത്ത് ഹിന്ദു ഉണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ, മുസ്ലിം ഉണ്ടോ, കറുത്തവനുണ്ടോ, വെളുത്തവനുണ്ടോ, ചെറുപ്പക്കാരനുണ്ടോ, വൃദ്ധനുണ്ടോ, പണ്ഡിതനുണ്ടോ, പാമരനുണ്ടോ? ഒന്നുമില്ല. മനസ്സ് അകത്തേക്ക് പോകുമ്പോൾ, പുറത്ത് ദേഹത്തിന്റെ ബോധത്തിൽ അലയുന്ന മനസ്സ് പല പല വ്യത്യാസങ്ങളിലെ അലഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? അസ്വസ്ഥതയായിരിക്കും. അതേ മനസ്സ് ഒന്ന് അകത്തേക്ക് തിരിയുമ്പോഴോ നമുക്കൊരു സ്വസ്ഥത കിട്ടും. നമുക്ക് ഉറക്കത്തിൽ ഒരു സ്വസ്ഥത കിട്ടാറുണ്ടല്ലോ. കാരണം എന്താണെന്നറിയാമോ? സ്വസ്ഥിതിയിലേക്ക് മനസ്സ് കടന്നു, ആത്മസ്ഥിതിയിലേക്ക് മനസ്സ് കടന്നു. ദേഹബോധത്തിന്റെ ഭേദചിന്തകളിൽ നിന്നും മനസ്സ് അകത്തേക്ക് തിരിഞ്ഞ് ആത്മാവിന്റെ ഏകതയുടെ സുഖം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് റെസ്റ്റ് കിട്ടുന്നത്. നമ്മൾ അതുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് എന്ത് പറയും? ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി. അപ്പൊ ആ സുഖം എവിടെ നിന്ന് കിട്ടി? അത് പുറത്തെ സുഖമല്ലല്ലോ. ഉറക്കത്തിൽ നമുക്ക് പുറത്തൊരു സുഖമില്ല. അപ്പോൾ അകത്ത് ഒരു സുഖമുണ്ട്, അകത്ത് ഒരു സമഭാവം ഇരിപ്പുണ്ട്. ആ സമഭാവത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ലോകത്തുള്ള ഭേദചിന്തകളെല്ലാം അപ്രത്യക്ഷമായി നമ്മളൊന്ന് സ്വസ്ഥമായിരിക്കുകയാണ്. ഇതാണ് സത്യം. ഏകതയാണ് സത്യം. ഗീത പറയാണ്, മയി പ്രോതമിതം സർവം സൂത്രേ മണിഗണ ഇവ. എല്ലാവരും എൻ്റെ കഴുത്തിലെ മാലയിലെ മുത്തുകളാണ്. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ഒരു ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരു സൂര്യന്റെ പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. വായു രണ്ടില്ല, വെള്ളം രണ്ടില്ല, ഭൂമി രണ്ടില്ല. ഇത് പ്രാഥമികമായ സത്യമല്ലേ, ലളിതമായ സത്യമല്ലേ? പക്ഷേ വലിയ വലിയ പഠിത്തത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ ഒന്നാം പാഠങ്ങള്, ബാലപാഠങ്ങള് മറന്നുപോയി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലെ ഏതാണ്ട് 750 കോടി 800 കോടി മനുഷ്യർ. നമ്മൾ പറയും ഇത് വലിയ ജനസംഖ്യയല്ല. വലിയ ജനസംഖ്യയാണ്. ക്രിസ്തുവിന്റെ കാലത്ത് 2 കോടി മനുഷ്യർ. AD 1900 കേവലം 150 കോടി മനുഷ്യർ. എന്റെയും നിങ്ങളുടെയും എല്ലാം ചെറുപ്പത്തില് നമുക്ക് എത്ര ആവശ്യങ്ങളുണ്ടായിരുന്നു? നമുക്ക് എത്ര റോഡുകൾ ഉണ്ടായിരുന്നു? നമ്മുടെ നാട്ടിൽ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു? നമ്മുടെ വീടുകൾ എത്ര വലുതായിരുന്നു? നമ്മുടെ വീട്ടിൽ എത്ര ഫോൺ ഉണ്ടായിരുന്നു? നമ്മുടെ വീട്ടിൽ എത്ര വാഹനം ഉണ്ടായിരുന്നു? നമുക്ക് എത്ര ജോഡി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഓലപ്പരകൾ. കുറച്ച് നിസ്സാരമായ ആവശ്യങ്ങളുള്ള മനുഷ്യര്. ഇത്രയും റോഡുകളുമില്ല, വാഹനങ്ങളുമില്ല, ഒന്നുമില്ല. 650 കോടി മനുഷ്യര് 100 കൊല്ലം കൊണ്ട്, 120 കൊല്ലം കൊണ്ട് വർദ്ധിച്ചു. ഭൂമി വലുതായില്ല. നമ്മുടെ ആവശ്യങ്ങള് ചിന്തയ്ക്കതീതമായി വളർന്നു. ആവശ്യങ്ങൾ വളരുമ്പോൾ, സുഖവസ്തുക്കൾ കൂടുമ്പോൾ ഒരു കുഴപ്പം വരും. മനസ്സ് ചെറുതാകും. നമ്മുടെ ഭാരതത്തിലെ വലിയൊരു ചൊല്ലുണ്ട്, ഭോഗാനുഭുക്ത വയമേവ ഭുക്ത. ഈ ബാഹ്യമായ സുഖം നമ്മൾ അനുഭവിക്കല്ല, നമ്മളെ അനുഭവിക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ പുറത്തുനിന്നുള്ള സുഖം അനുഭവിക്കും തോറും അകത്തെ സുഖം കുറയും. അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഈ സയൻസ് ഉണ്ടാക്കി തന്നിട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സമാധാനമില്ല. അത് യാഥാർത്ഥ്യമല്ലേ? നമുക്ക് വീട്ടിൽ സമാധാനമുണ്ടോ? നമ്മുടെ മനസ്സിന് വല്ല സ്വസ്ഥതയുണ്ടോ? വീടുകൾ തമ്മിൽ ബന്ധമുണ്ടോ? സയൻസ് എല്ലാം പഠിപ്പിച്ചില്ലേ? സയൻസ് എത്ര വിശാലമാക്കി. പക്ഷേ എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് അമേരിക്കയിലുള്ള ആളോട് സംസാരിക്കാം. എൻ്റെ കൂട്ടുകാരനോ അമ്മയോടോ പെങ്ങന്മാരോടോ ഒക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ അടുത്ത വീടുമായിട്ട് എനിക്കൊരു ബന്ധം ഇല്ല. മനുഷ്യബന്ധങ്ങൾ ഏറ്റവും മോശമായ സമയം. മതിലുകൾ. എൻ്റെ ഒന്നും ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ മതിലുകളില്ലായിരുന്നു. എനിക്ക് ഇന്നും ആ ഗ്രാമത്തെ ഓർക്കുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും പേരുകൾ അറിയാം, വീട്ടുപേരറിയാം. നമുക്ക് ഇത്രയും ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ എല്ലാം നമുക്ക് അറിയാം, നമ്മുടെ മനസ്സ് വളരെ വലുതായിരുന്നു. പക്ഷെ ഈ സയൻസ് ഈ അകലങ്ങളെ അടുപ്പിച്ചെങ്കിലും മനസ്സുകളെ ചെറുതാക്കി. മനസ്സുകൾ വളരെ ചുരുങ്ങിപ്പോയി. അങ്ങനെ ചുരുങ്ങിയ മനസ്സുള്ള മനുഷ്യര് വയോജന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെല്ലാം നമ്മൾ വെട്ടി വെട്ടി മാറ്റി, പലരെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് അകറ്റി. മനസ്സ് ചെറുതാവും തോറും ബന്ധങ്ങൾ മോശമാകും. വിവാഹമോചനം, ഡൈവോഴ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ടെൻസ് ഓഫ് മാരേജ്, ഡൈവോഴ്സ്. വിവാഹത്തിന്റെ ഭാവി കാലം എന്താണ്? ഉടനെ വരും ഡൈവോഴ്സ്. ഇത്രയും കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാലം എവിടെ എത്തിയിരിക്കുന്നു എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കോടാനുകൂടി മനുഷ്യരും ദുരപിടിച്ച ആർത്തി പിടിച്ച മനുഷ്യര്. ഇന്ന് പ്രകൃതി ചില ടെസ്റ്റ് ഡോസുകൾ നമുക്ക് തരാറുണ്ട്. അത് വെള്ളപ്പൊക്കമായിട്ടും കൊടുങ്കാറ്റായിട്ട് ഭൂമിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ കേരളത്തിലൊക്കെ കയറി ഒലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താ? നമുക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ വേണം. ഈ വാഹനങ്ങൾ ഉടനെ റോഡുകൾ വേണം. റോഡുകൾ പണിയണമെങ്കിലോ നമ്മുടെ മലകൾ ഇടിച്ചു കൊണ്ടുവരണം. ഇതിപ്പോ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? മെറ്റലും ടാറും സിമെന്റൊക്കെ ഒന്നുമില്ല. ഇതെല്ലാം ഭൂമിയിൽ നിന്ന് എടുത്ത് നമ്മുടെ തുച്ഛമായ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഭൂമിയുടെ താളം തെറ്റും. അത് തെറ്റി. ഇതിപ്പോ അവതാളത്തിലാണ്. താളങ്ങളെല്ലാം തെറ്റിപ്പോയി. മനുഷ്യബന്ധങ്ങളിലെ താളങ്ങളെല്ലാം പോയി. ഗുരു ശിഷ്യ ബന്ധം പോയി. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം പോയി. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം പോയി. ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ ശിഥിലമായി. അയൽപക്ക ബന്ധങ്ങളൊക്കെ നമുക്ക് പവിത്രമായിരുന്നു. മതങ്ങൾ തമ്മിൽ ഇവിടെ ആദരവുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ ബന്ധങ്ങളെയും ഭരിക്കുന്നത് ഭയവും സംശയവുമാണ്. ശരീരങ്ങളെല്ലാം രോഗഗ്രസ്തങ്ങളായി. മനസ്സുകളും 300 ദശലക്ഷം ആളുകളിലേക്ക് വിഷാദരോഗം വ്യാപിച്ചു. 80 ലക്ഷം പേരാണ് ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ. ഇത് നമ്മുടെ കുടുംബമാണല്ലോ. 40 സെക്കൻഡില് ഒരാൾ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥതയില്ലാന്ന്. ഇതെല്ലാം നമ്മൾ ബാധിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? വളരെ ശിഥിലമായി മനുഷ്യന്റെ ആർത്തി കൊണ്ട് ക്ഷീണിച്ച് അവശയായി നിൽക്കുന്ന ഭൂമി, പ്രകൃതി. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മനസ്സുകള്, ബന്ധങ്ങള്. 1945 ഓഗസ്റ്റ് 6 തീയതി ഈ ഭൂമിയാവുന്ന കുടുംബത്തെ പിടിച്ചു കുലക്കിയ ഒരു സംഭവം ഉണ്ടായി. ആദ്യത്തെ അണുബോംബ് പൊട്ടി. ഇപ്പോ നമ്മൾ ജീവിക്കുന്ന ഈ കുരുക്ഷേത്രത്തിൽ 100 പ്രാവശ്യം ഈ ഭൂമിയെ ചുട്ടുകരിക്കാൻ ആവശ്യമായ അണുബോംബുകൾ നിരന്നു കഴിഞ്ഞു. കഴിഞ്ഞ 70-75 കൊല്ലം കൊണ്ട് ആയിരക്കണക്കിന് അണുബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും മനുഷ്യൻ ഉണ്ടാക്കി. മൊസലങ്ങളും ആഗ്നേയാസ്ത്രങ്ങളും ബ്രഹ്മാസ്ത്രങ്ങളുമായി രാജ്യങ്ങളുടെ അതിരുകൾ വരച്ച് സൈന്യങ്ങൾ അണിനിരന്നു കഴിഞ്ഞു. എവിടെയാ ഗീതാജ്ഞാനം നൽകിയത്? സേനയോർ ഉഭയോർ മധ്യേ സ്വാപയിത്വാ രഥോത്തമം. സൈന്യങ്ങളുടെ നടുക്ക്. സൈന്യങ്ങളുടെ നടുക്കാണ് ഗീതാജ്ഞാനം നൽകിയത്. ഭൂമി, ഒരച്ഛന്റെ മക്കള്, ഒരു ഭൂമിയുടെ മക്കള് അതിശക്തമായ ആയുധങ്ങളുമായി അടിച്ച് മരിക്കാൻ നിൽക്കുന്ന കലിയുഗത്തിന്റെ അന്തിമ സമയത്ത്, ഈ സമയത്ത് പ്രപഞ്ചത്തിന്റെ അധികാരി, അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്തവൻ, അജോബിസൻ അവ്വയാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ ഒന്ന് ഇടപെട്ടു. എന്തിനു വേണ്ടി? തന്റെ കർത്തവ്യം ചെയ്യാൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ പതിത ആസുരിയ ലോകത്തെ സംഹരിക്കാനും പാവനമായ ദേവസംസ്കാരത്തെ വാർത്തെടുക്കാനും വേണ്ടി ദേവാദി ദേവനായ ഭഗവാൻ പണ്ട് വന്നു, നമ്മളെ പഠിപ്പിച്ചു, ഇപ്പോൾ വന്നിരിക്കുകയാണ്, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതയുടെ പുറകിലുള്ള ഈ കാലരഹസ്യം മനസ്സിലാക്കി നമുക്ക് ഗീതയുടെ അകത്തേക്കൊന്ന് പ്രവേശിക്കാം.
മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ. മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ. മനോരഞ്ജൻ മഹാദേവൻ മന്മനാഭവമന്ത്രദായകൻ. മനോരഞ്ജൻ മഹാദേവൻ മന്മനാഭവമന്ത്രദായകൻ. മലരിനെ വിടർത്തും ജ്ഞാനസൂര്യൻ മഹിമയേറും മഹാമനസ്കൻ. മലരിനെ വിടർത്തും ജ്ഞാനസൂര്യൻ മഹിമയേറും മഹാമനസ്കൻ. മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ. മാനസം മയൂരം പോൽ മതിമറന്നാടുന്നു നിത്യം. മാനസം മയൂരം പോൽ മതിമറന്നാടുന്നു നിത്യം. മാനസപതിയൻ ശിവനെ മാസ്മരികം നിൻചരിതം. മാനസപതിയൻ ശിവനെ മാസ്മരികം നിൻചരിതം. മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ. മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം.